ശരിയുമാണ്. ഒരു പോരുവഴി പഞ്ചായത്തിൽ UDF ഭരിക്കുന്നത് SDPയുടെ പിന്തുണയിലാണ്. ഒരു സെക്കൻഡ് ഷാക്കിർ നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ അത് പോരുവഴി പഞ്ചായത്ത് അവിടെ അൻസാരി പറയട്ടെ മാറിയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ പറഞ്ഞേ? ഇപ്പോഴും അങ്ങനെയാണ്. വഴി മാത്രമല്ല, അങ്ങനെ ഒരു ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതിനെ തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ടാണ് ഷാക്കിർ ഇപ്പം അങ്ങനെ ഷാക്കിറിന്റെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് മഞ്ചേശ്വരത്ത് എങ്ങനെയാണ് ലീഗ് ജയിക്കുന്നത്? പക്ഷേ ഇത് സഖ്യകക്ഷിയായിട്ട് തന്നെ ഭരിക്കുന്നുണ്ട്. പിന്തുണയോടെ ഭരണം നടത്തുന്നുണ്ട് കോൺഗ്രസ് ഇല്ലേ? മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ BJPയുടെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്. മഞ്ജുഷ് ഷാക്കിറെ, ഞാൻ ബാക്കി പറഞ്ഞോട്ടെ, നിങ്ങൾ അവിടെ അടങ്ങി നിൽക്കുന്നത് ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, മാതൃഭൂമിയിലാണ് സാദിഖ് അലി തങ്ങളുടെ ഇന്റർവ്യൂവില് ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ സംഘടനകളുമായിട്ടുള്ള ലീഗിന്റെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോ അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കേട്ടതാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടാണ്. ഇനി അത് വിടൂ. CP ജോൺ, നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം UDF-നകത്തുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളില് ഒരു പാർട്ടി മാത്രമാണ് നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയായിട്ടുള്ള UDF-ന്റെ ലീഗിനെ പോലെ തന്നെ UDF-ന്റെ നേതൃസ്ഥാനത്തുള്ള ഒരാളാണ് CP ജോൺ. CP ജോൺ എന്താണ് പറഞ്ഞത്? SDPയുമായിട്ടുള്ള ബന്ധം തുറന്നു തന്നെ സമ്മതിക്കണം, മുമ്പോട്ട് പോകണം എന്നുള്ള നിലയിലാണ് CP ജോൺ പറഞ്ഞത്. അല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അപ്പൊ UDF-ന്റെ മൊത്തം കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അലയൻസ് പാർട്ണർ എന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോ നിങ്ങളുടെ ഘടകകക്ഷികൾക്കകത്തുള്ള പല പാർട്ടികളും അവരെ ഓപ്പണായിട്ട് എൻഡോഴ്സ് ചെയ്യാൻ തയ്യാറാണെന്നേ. മുരളീധരൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലേ, SDPI വോട്ട് തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, വട്ടിയൂർക്കാവിന് ലഭിച്ചിട്ടുണ്ട്, മറ്റു പല സ്ഥലത്തും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇവരെല്ലാവരും തുറന്നു പറയുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണെന്ന് ഈ തലേ തുണിയിട്ടുകൊണ്ട് ബന്ധം ഉണ്ടാക്കാൻ പോകുന്നത്? നേരിട്ട് നിങ്ങൾക്കും അങ്ങ് പറഞ്ഞൂടെ? നിങ്ങൾ എന്തിനാണ് ഇത് ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനും ഒക്കെ പോകുന്നത്? നിങ്ങളുടെ UDF-ന്റെ അകത്തുള്ള നേതാക്കൾ പറഞ്ഞ കാര്യമാണ്, അല്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. BJP-ന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഞങ്ങൾക്കില്ല. അല്ല, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനും ഉദ്ദേശിക്കുന്നില്ല. അത് അല്ല, നിങ്ങൾ ആദ്യം അദാനിക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അദാനിയുടെ കാര്യമൊക്കെ അവിടെ വിടുന്നത്. നിങ്ങൾ നേരെ അദാനിയിലേക്ക് പോയല്ലോ. ലീഗിനെ തൊട്ടപ്പോ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ഇത് തെറ്റിദ്ധാരണ വരുത്തരുത് ശ്രീ ഷാക്കിർ. ഇപ്പോഴും UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനമുണ്ട് SDPയുടെ പിന്തുണയിൽ. നിങ്ങൾ ഒരു തവണ പോലും ഈ റെയ്ഡിനെ അനുകൂലിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു പക്ഷം പിടിക്കാനില്ല എന്നാണ്. അപ്പോൾ SDPയെ തള്ളിപ്പറയാൻ UDF-ന് കഴിയുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPയുടെ വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ പറയട്ടെ അല്ല എന്ന്. അല്ല മഞ്ജുഷേ, ഒരു കൂട്ടര് ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ അവരെ പോയി കൈ പിടിച്ചു വെച്ച് മാറ്റി ചെയ്യാൻ പറയണോ? അതെന്ത് ജനാധിപത്യത്തിൽ എന്ത്? ആ പാർട്ടിയുടെ ആൾ ഔദ്യോഗികമായി പറഞ്ഞില്ലേ? മാത്രവുമല്ല, നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ എത്ര ഉദാഹരണമുണ്ട്. തൃശ്ശൂരിൽ പറഞ്ഞിരിക്കുന്നത് SDPI UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. അത് അത്ര വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നാണ്. മാധ്യമത്തിന്റെ വാർത്തയാണിത്. അല്ല, നിങ്ങൾ പറയേണ്ട ഒരു മറുപടി മഞ്ജുഷ, ഇദ്ദേഹം പറയേണ്ട ഒരു മറുപടി EDയെ കുറിച്ച് ഇപ്പോൾ, അതായത് ഈ പരൽമീന് പിടിക്കുന്ന നിങ്ങൾ തിമിംഗലത്തെ വിട്ടുകളയുന്നത് എന്തിനാണ്? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന് പല അന്വേഷണ ഏജൻസികളും കുറ്റാരോപിതരായിട്ടുള്ള അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ഈ കേന്ദ്ര ഗവൺമെന്റ് എന്താ EDയെ പറഞ്ഞേക്കാത്തത്? നിങ്ങൾക്ക് നട്ടലുണ്ടോ? അല്ല, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഇവ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ പഴയ മുഖ്യമന്ത്രിമാരെ ഒക്കെ നിങ്ങൾ EDയെ വിട്ട് പേടിപ്പിക്കുന്നുണ്ടല്ലോ? അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നു പറയണ്ട. അദാനിക്കെതിരായിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഇന്ന തെളിവ് EDക്കെതിരെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അവർ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ അവർ നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുസ്ലിം ലീഗ് ഒരു പത്രസമ്മേളനം വിളിക്കും. പ്രശ്നം തീർന്നില്ലേ? വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയില്ലേ?
അല്ല ഞാൻ ഷാക്കിറെ നിങ്ങൾക്ക് അങ്ങനെ തെളിവ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു കൊടുത്തിട്ട് പറയുന്നേ. കെ സുരേന്ദ്രനെതിരെ അന്വേഷണ ഏജൻസികൾ തന്നെ 2 തവണ ഇഡിയോട് അന്വേഷിക്കണം. കണ്ടെത്തി ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചല്ലോ. 350 കോടി രൂപ കുഴൽപ്പണമാണ് കൊടകരയിൽ ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോർപ്പറേറ്റ് കുഴൽപ്പണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇഡി അന്വേഷിക്കണമെന്ന് അന്വേഷണ ഏജൻസി 2 തവണ ഇഡിയോട് ആവശ്യപ്പെട്ടു. അത് മാത്രമല്ലല്ലോ, പിന്നെ സതീഷ് എന്ന് പറയുന്ന തിരൂർ സതീഷ് എന്ന് പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി, അദ്ദേഹം പറയാം 6 ചാക്കിനകത്ത് ഓഫീസിലേക്ക് BJP ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അതിൽ 3 ചാക്ക് കിട്ട് പൈസ അദ്ദേഹം വെളിയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വാർത്താ സമ്മേളനം വിളിച്ച് 3 തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് പച്ചയായി കേരളത്തിൽ നിൽക്കുമ്പോൾ ഇഡി എന്തുകൊണ്ടാണ് അവിടെ അന്വേഷിക്കാത്തത്? നേരത്തെ പറഞ്ഞതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അത് പിന്നെ കള്ളപ്പണമുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അത് ഏജൻസി അന്വേഷിക്കുന്നില്ല? ഈ STPയെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പിന്നെ ചെറിയ തുകകൾ പറഞ്ഞ് വലിയ പെരുപ്പിച്ച് കാണിക്കുന്നതല്ലാതെ ഈ പറയുന്ന തുകയുടെ പരിസരത്ത് വരുന്നുണ്ടോ?